കൊള്ളൂല. രക്ഷപ്പെട്ടു. കൊടുത്ത പൈസ മുതലാവില്ലേ ബ്രോ? പടം എങ്ങനെ ഉണ്ടായിരുന്നു? പാൻ ഇന്ത്യ ലെവൽ. ബ്രോ പടം ഉണ്ടായിരുന്നു? എങ്ങനെ ഉണ്ടായിരുന്നു പടം? ഉണ്ടായിരുന്നു നല്ല പടമായിരുന്നു. കമലഹാസന്റെ അഭിനയം കാര്യങ്ങൾ പാട്ടിലാണ് കുറച്ചുകൂടി സാധനം കിടക്കുന്നത്. പടം ഉണ്ടായിരുന്നു? പടം കയ്യിന്ന് പോയി. പ്രതീക്ഷിച്ച പോലെ വർക്കായിട്ടില്ല. പടം ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ജയിലിൽ പോണ സീൻ അത് കുറച്ച് അധികം ഉണ്ടായിരുന്നു. കുറച്ച് പോരായിട്ട് തോന്നി. നല്ലതാണ്. എന്നാലും അത് കുറച്ചിലായിരുന്നു ആ സീൻ. ഇന്ത്യൻ ഫസ്റ്റ് ആണോ നമുക്ക് സൂപ്പർ. ഇത് കൊള്ള പടം കൊള്ളാം. ഇപ്പോഴത്തെ ജനറേഷൻ നോക്കിയെങ്കിൽ നല്ലതാണ് പടം കൊള്ളാം. പക്ഷെ എന്നാലും സൂപ്പർ ഹിറ്റ് എന്ന് പറയാൻ പറ്റില്ല. അത് കണ്ടപ്പോഴത്തേക്കും ഒരു എനിക്ക് തോന്നുന്നുണ്ട് അടുത്ത് കാണാൻ പോകും. കൊള്ളാം പടം. ഓൾറെഡി പറഞ്ഞതല്ലേ, പടമായിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതിൻ്റെ ഒരു കണ്ടന്റ് ഇപ്പോൾ ഇന്ത്യൻ 1 കണ്ടവർക്കറിയാം. അതേ സെയിം കണ്ടന്റ് തന്നെയാണ് ഇതിലും വരുന്നത്. പക്ഷേ അതിൽ ഇമോഷൻസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് വർക്കൗട്ട് ആയിട്ടില്ല. വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം കണ്ടു നോക്കാന്നേ ഉള്ളൂ. വലിയ കാര്യമായിട്ടൊന്നുമില്ല. പെർഫോമൻസ് കമലഹാസൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്താ പറയുക, അതിൽ പ്രത്യേകിച്ച് പുതുമയോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ CGI വർക്ക് ചില നടന്മാരെ ഉപയോഗിച്ചതൊക്കെ നമുക്ക് ചില സീൻസ് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ ഇന്ത്യൻ 3ലേക്ക് ഒരു ലീഡ് ഇട്ടിട്ടുണ്ട്. അത് വരുമ്പോൾ അറിയാം അതെങ്ങനെ ഉണ്ടാവാന്നുള്ളത്. അല്ലാതെ ഇതിൽ വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഒന്ന് കാണാം തിയേറ്ററിൽ നിന്ന്, അത്രേ ഉള്ളൂ. കമലഹാസന്റെ അഭിനയമൊക്കെ അഭിനയമൊക്കെ ഓക്കെയാണ്. നമ്മൾ 1 കണ്ടപ്പോൾ നമുക്കൊരു ശങ്കറിന് പറ്റിയല്ല. അറ്റ്ലിയൊക്കെ ചെയ്യേണ്ട ഒരു ടൈപ്പാണ്. അതുപോലെ ഞാൻ ഫീൽ ചെയ്തത്. അറ്റ്ലിയൊക്കെ ചെയ്ത ഒരു പടത്തിൽ ഓരോ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ത്യൻ 3യുടെ ടീസർ എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. എനിക്ക് പൊതുവെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അഭിപ്രായം അത്ര ഹിറ്റായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ ഉള്ളൊരു ഇമോഷനൊന്നും ഇല്ല പ്രത്യേകിച്ച്. എന്തൊക്കെയോ ഒന്ന് കാണിച്ച് പെട്ടെന്ന് പോകുന്നു. ഇന്ത്യ 1 നീതി പുലർത്താൻ കഴിയുന്നുണ്ടോ ഇന്ത്യൻ 2-ന്? അങ്ങനെ ചോദിച്ചില്ല. ഏതിന്റെ അറിയില്ലല്ലോ. ഇപ്പം എങ്ങനെയാ വരുന്നതെന്ന് അറിയില്ലല്ലോ. വന്നു പക്ഷെ പ്രഭോഗം പടം കിട്ടിയില്ല എന്നാണ് എൻ്റെ മനസ്സിലായത്. കൊള്ളായിരുന്നു. എനിക്ക് ഓക്കെ. എക്സെപ്റ്റ് ഓഫ് ദ മ്യൂസിക് ഒഴികെ ബാക്കിയെല്ലാം വർക്ക് ആയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കമലഹാസൻ ആക്ടറും ശങ്കറിന്റെ ഡയറക്ടറും നമ്മൾ എക്സ്പെക്ട് ചെയ്ത ഒരു റിസൾട്ട് ഒരു എക്സ്പെക്ടേഷൻ ഇല്ല സിനിമ കാണാൻ വന്നത്. എനിക്ക് ട്രെയിലർ ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ വന്ന സിനിമ കണ്ടപ്പം എനിക്ക് ഓക്കെ ആയി. ആക്ച്വലി മ്യൂസിക് മാത്രം എനിക്ക് മ്യൂസിക് എത്രയും AR റഹ്മാൻ്റെ ആ ഒരു പോർഷൻസ് വരുന്നുണ്ടായിരുന്നു സിനിമയിൽ ഇടയ്ക്കിടയ്ക്ക്. ആ പോർഷൻസൊക്കെ ഗംഭീരമായി തോന്നി. പക്ഷെ അല്ലാതെ ക്രിയേഷൻ അത്ര സുഖകരമായി തോന്നിയില്ല. നെടുപിടികളൊക്കെ തിരിച്ച് നമുക്ക് കാണാനായി സ്ക്രീൻ. ആ മൊമെന്റ്സ് എങ്ങനെ ഉണ്ടായിരുന്നു? അത് പുള്ളിയുടെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അതൊരു ഫീൽ ചെയ്തില്ല. ഇട പോർഷനിൽ മാത്രമാണ് ഏതൊക്കെയോ 2-3 ഷോട്ട്സിലെ അത് അങ്ങനെ ഫീൽ ചെയ്യുന്നുള്ളൂ. വേറെ ഡീപ്പായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നത്. നൈസ് മൂവിയാണ്. വേറെ ഈ ഇന്ത്യൻ 2-ന്റെ തന്നെ വേറെ ഒരു ലെവലാണ് ഇന്ത്യൻ 3യുടെ ട്രെയിലർ കണ്ടപ്പോൾ. കമലിൻ്റെ ഒരു യങ് കമലിനെയൊക്കെ നമ്മൾ കണ്ടു. അത് നൈസാവും തോന്നുന്നു. പ്രശ്നം ഇന്ത്യൻ വെച്ച് ഒരിക്കലും ഇന്ത്യൻ 2-നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇന്ത്യൻ ഒരു ക്ലാസിക് മൂവിയാണ്. ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ വന്ന മൂവിയാണ്. അത് വെച്ചിട്ട് ഒരിക്കലും ഈ ഫിലിമിനെ കമ്പയർ ചെയ്യുന്നത് ശരിയായി തോന്നുന്നില്ല. കമലഹാസന്റെ മേക്കപ്പ് ലുക്സ് അതൊക്കെ എങ്ങനെ കുഴപ്പമുണ്ടായിട്ട് തോന്നിയില്ല. നൈസായിട്ട് തന്നെയാണ് ഫീൽ ചെയ്തത്. എന്തായാലും ഇന്ത്യൻ 3 കാത്തിരിക്കാം.